പുനലൂർ KSEB സെക്ഷൻ ഓഫീസിൽ ആക്രമണം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണണമെന്നാവശ്യപ്പെട്ടെത്തിയ സജിൻ എന്ന യുവാവാണ് ഓഫീസിനുള്ളിൽ ആക്രമണം നടത്തിയത്. പുനലൂർ പോലീസ് എത്തി ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു. സമയമില്ല, ഇയാളെ പറഞ്ഞ ഉടനെ ചെയ്യണം. റിക്വസ്റ്റ് ഞാൻ ചോദിച്ചു റിക്വസ്റ്റ് ചെയ്തിന് അതിന് താമസമില്ല. അഡ്വാൻസ് എന്ത് പറഞ്ഞേ? അഡ്വാൻസ് എന്ത് പറഞ്ഞേ? അത് കഴിക്കാൻ പറ്റില്ല. അഡ്വാൻസ് എന്ത് പറഞ്ഞേ? ചെയ്ത് പറ്റത്തില്ല. തമ്മിൽ ഇതൊക്കെ തന്നെ അതിന് പറഞ്ഞു പോലീസിനെ വിളിക്കാം. പോലീസിനെ ചുമ്മാ വിളിക്കണം, കാരണമല്ല പോലീസിനെ വിളിക്കാൻ കാരണമായി. വിളിച്ചോ വിടുന്നില്ലേ? 2700. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് പുനലൂർ വാളക്കോട് സ്വദേശി സജിൻ എന്ന യുവാവ് KSEBയുടെ പുനലൂർ സെക്ഷൻ ഓഫീസിലെത്തിയത്. ഫ്രണ്ട് ഓഫീസിലിരുന്ന ജീവനക്കാരിയോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അല്പനേരത്തിന് ശേഷം ഓഫീസിലുണ്ടായിരുന്ന സബ് എഞ്ചിനീയർ എത്തി കാര്യം തിരക്കിയപ്പോൾ സർക്കാരിന്റെ ഓഫീസല്ലേ, ഞാൻ കറണ്ട് ബില്ല് അടക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് മേശയ്ക്ക് മുകളിലിരുന്ന ഫയലുകളും മറ്റും തട്ടിയിടുകയും കമ്പ്യൂട്ടറുകളും ഫോണും ഉൾപ്പെടെ തറയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ബഹളം കേട്ട് ഓഫീസ് പരിസരത്തുണ്ടായിരുന്നവർ എത്തി ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. ഏകദേശം ഒരു 11:30 ആയപ്പോൾ ഒരു കൺസ്യൂമർ ഒരു ചെറുപ്പക്കാരനാണ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനുണ്ട്, ഫോൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രമ്യ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. പുറത്തോട്ട് പോയി എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കണ്ടിട്ട് പറയാനുള്ളതാ, എടുത്ത് പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പോഴേ എന്നിട്ട് അദ്ദേഹം ഇവിടെ ഇരിക്കുമായിരുന്നു കുറച്ചു നേരം ഇരുന്നിട്ട് ഒരു 3 മിനിറ്റ് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാതുണ്ട്. ക്ക് താഴെയുള്ളത് ആരാണ്, അടുത്ത ആളാരാന്ന് ചോദിച്ചു. അപ്പോൾ സബ് എഞ്ചിൻ്റെ ഇവിടെ അടുത്തുണ്ടായിരുന്നു, കണ്ണൻ സാറുണ്ടായിരുന്നു. അതിൻ്റെ സബ് എഞ്ചിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ സബ് എഞ്ചിൻ്റെ അടുത്ത് പറയുന്ന വാക്കുകളെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഓഫീസ്, അതുകൊണ്ട് ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കത്തില്ല, ഇതാണ് പറയുന്നത്. ബാക്കിയൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. പുള്ളി പറയുന്നത് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്താണ് വ്യക്തമാകുന്നില്ല. പറഞ്ഞ് പുള്ളി അങ്ങ് വയലൻ്റായി. ആദ്യം ഇവിടെ നിന്ന് ഫയലെല്ലാം തട്ടിക്കളഞ്ഞു, പിന്നെ സിസ്റ്റം തട്ടി മാറ്റി. അപ്പോഴത്തേക്ക് പുറത്തു നിന്നവരൊക്കെ അകത്ത് കയറി വന്നു. ഇവിടെയുള്ള ഉപകരണങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചു. ഇയാൾ വയലൻ്റായി. അതിനുശേഷം നമ്മുടെ ഡ്രൈവർ എന്നെയും പിടിച്ചു തള്ളി. നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ അകത്തോട്ട് കയറി വന്നു. അദ്ദേഹമായിട്ട് മലപ്പുറത്തിൻ്റെ അദ്ദേഹത്തിന് അത്ര ആക്രമിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഈ ക്യാബിന് അടച്ചിട്ടിരുന്നുകൊണ്ട് അകത്തോട്ടൊന്നും കയറിയില്ല, ഇവിടെ തന്നെ ആയിരുന്നു. ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത് അദ്ദേഹം. ഇവിടുത്തെ ആക്രമണം ഭയങ്കരമായിരുന്നു, സീനായിരുന്നു. എന്തായാലും എല്ലാവരും വന്നു. പിന്നെ ഞങ്ങളിപ്പോൾ തന്നെ വന്ന് പോലീസിനെ അറിയിച്ചു. ഡിവിഷനിൽ നിന്ന് എക്സിക്യൂട്ടീവ് വന്നു, സബ് ഡിവിഷനിൽ നിന്ന് AIC വന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു, അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളത് പെറ്റീഷൻ കൊടുക്കാൻ ഇവിടുന്ന് സാറൊക്കെ പോയിട്ടുണ്ട്. തുടർന്ന് പുനലൂർ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. ആക്രമണത്തിൽ പരിക്കേറ്റ ഓഫീസിലെ ഡ്രൈവർ രവി, കരാർ ജീവനക്കാരനായ ബിജു എന്നിവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണത്തിന്റെ കാരണം എന്താണെന്ന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.